இன்றைக்கு ஸ்தோத்திரம் நம்முடைய மத்தியில எர்ணாவூர் பகுதியில் ஆண்டவருடைய ஊழியத்தை செய்கிறதான கர்த்தருடைய தாசன் இப்பதையா அவர்களை கரங்களை தட்டி நாம் வரவேற்போம். ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്തരുடைய നാമത്തിற்கு മഹിമ ഉണ്ടാവதாக. ദൈവം പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ നൽകി കൊടുത്തു. தேவனாகிய கர்த்தர் அவருடைய குடும்பத்திலே ஆசீர்வாதமான ஒரு நல்ல குழந்தையை தேவனாகிய கர்த்தர் கொடுத்தார். ഇന്ന് രാത്രി ആ കുഞ്ഞിനെ ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ആണല്ലോ തുടർന്നുള്ള സമയം നമ്മൾ വേർതിരിച്ചിരിക്കുന്നത്. இன்றைக்கு அந்த குழந்தைக்காக பிரதிஷ்டை பண்ணி ஜெபிக்கும்படி நாம் நேரத்தை செலவழிக்க போகிறோம். ആമേൻ. ഇവിടെ അല്പം നേരം കഴിഞ്ഞ് വചന ശുശ്രൂഷയ്ക്ക് ശേഷം കർത്താവിന്റെ അഭിഷിക്തന്മാർ ചേർന്ന് ആ കുഞ്ഞിനെ പ്രതിഷ്ഠിച്ച ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. இங்கே அதை முடித்து கர்த்தருடைய தாசர்கள் எல்லாரும் இருக்கிறாங்க. அவர்கள் அதை பிரதிஷ்டை பண்ணி தேவ சமூகத்திலே ஒப்பு கொடுப்பார்கள். പഴയ നിയമത്തിലെ ഒരു അഗ്രചർമ്മം അല്ലാതെ പരിച്ഛേദനയ്ക്ക് പകരമല്ല ആ ശുശ്രൂഷ ഇവിടെ നടക്കുന്നത്. பழைய ஏற்பாட்டிலே ஒரு சோதனைக்கு பதிலாக அல்ல இங்கு நடக்கிறது, இந்த சடங்கு நடக்கிறது. ഇവിടെ ഒരു ശിശുസ്നാനം അഥവാ മാമോദിസയ്ക്ക് പകരവും നടക്കുന്ന ഒരു ശുശ്രൂഷയല്ല. இங்கே ஒரு ஞானஸ்நானத்துக்கு ஈக்குவலாக நடக்கிறதான ஒரு ஊழியமும் அல்ல. ആമേൻ. കർത്താവ് അനേകർക്ക് തലമുറകളില്ലാതെ ഭാരപ്പെടും. ഒത്തിരി പേർക്ക് മക്കളില്ലാതെ ഭാരപ്പെടുമ്പോൾ, അനേക കുഴந்தைகள் இல்லாதபடி கஷ்டப்படும் பொழுது, ആമേൻ, പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ കൊടുത്ത ദൈവത്തിന് നന്ദി അർപ്പിക്കുക എന്നൊരു പ്രത്യേക ശുശ്രൂഷയാണ് ഇവിടെ നടക്കുന്നത്. இவர்களுக்கு நல்ல ஆசீர்வாதமான ஒரு குழந்தையை கர்த்தர் கொடுத்தார் என்பதற்கு நன்றி செலுத்தும்படி இந்த கூடிகையை நாம் வைத்திருக்கிறோம். രണ്ടാമത് നമ്മളിവിടെ ചെയ്യുന്നത് അനേക പ്രിയ സഹോദരിമാർ ഡെലിവറിയോടുള്ള ബന്ധത്തിൽ ഒന്നുകിൽ കുഞ്ഞ് നഷ്ടപ്പെടും, മരണപ്പെടും, അല്ലെങ്കിൽ മാതാവ് മരണപ്പെടും. എന്നാൽ രണ്ടുപേർക്കും ദൈവം ആയുസ്സിനെ ദീർഘമാക്കി കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഡെലിവറി കൊടുത്ത് ആ കുഞ്ഞിനെ ദൈവം ദാനമായി തന്നിരിക്കുന്നു. അതിന് ദൈവത്തിന് നന്ദി അർപ്പിക്കാനാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ஒருவேளை அநேக இடத்துல ஒரு சில ஆட்கள் பிள்ளைகள் இழந்து போவார்கள், ஒருவேளை தாய் இழந்து போவார்கள். ஆனால் அவர்களுக்கு எந்த பிரச்சனை இல்லாதபடி தேவனாகிய கர்த்தர் அவர்களுக்கு ஆயுசை கொடுத்து குழந்தை கொடுத்து கர்த்தர் பாதுகாத்தார். Praise Lord. Amen. Hallelujah. Hallelujah. ഒരു വചനം മാത്രം ദൈവവചനത്തിൽ നിന്ന് ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങളെ ഓർപ്പിച്ച് സുപരിചിതമായ ഒരു വേദഭാഗം വായിപ്പിച്ച് ഞാൻ ദൈവസന്നിധിയിലിരിക്കുവാൻ കർത്താവ് ശരണപ്പെടുന്നു. ഒന്ന് രണ്ട് വചനങ്ങളെ വാസിത്ത് ദൈവ സമുഖത്തിലെ അമരുംപടി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം, ലൂക്ക എഴുതുന്ന സുവിശേഷം മുതൽ അധികാരം അതിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കാൻ താല്പര്യപ്പെടുന്നു. 11ാമത് വചനം മുതൽ, ലൂക്ക 1-ാം അധികാരം 11ാമത് വചനം മുതൽ. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നവനായി അവന് പ്രത്യക്ഷനായി. സക്കരിയാവ് അവനെ കണ്ട് ഭ്രമിച്ചു ഭയവരശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സക്കരിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവർ യോഹന്നാൻ എന്ന പേരിടണം. 14-ാം വാക്യം, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവന്റെ ജനനത്തിങ്കിൽ പലരും സന്തോഷിക്കും. വാക്യം 15, അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. 18-ാം വാക്യം, അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. വാക്യം 17, അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളിലെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്ക് തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. എല്ലാ വാക്യങ്ങളും വായിക്കണമെന്നില്ല, എല്ലാ വചനങ്ങളും വാസിക്ക വേണ്ടിയതില്ല. നിങ്ങൾ പിന്നീട് ആ വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെന്ന് തമിഴില് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിങ്ങൾ വായിക്കുക. ഉங்கள் വീടുകളിലെ പോയി തമിഴിലെയോ அல்லது ആംഗ്ലത്തിലെയോ നിങ്ങൾ വാസിച്ചു കൊള്ളலாம். നല്ലൊരു ശതമാനം ആളുകളും ബൈബിൾ വിശ്വസിക്കുന്നവരാണ്, ബൈബിൾ നന്നായി അറിയാവുന്നവരാണ് ഇവിടെ കൂടി വന്നിരിക്കുന്നത്. இருக்கிற അനേക വേദാഗമത്തെ വിശ്വസിക്കുന്നവர்கள் നമ്പുகிறவர்கள் என்பதை അറിந்திருக்கிறோம். ഇവിടെ ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന സക്കരിയാവ് എന്ന് പറയപ്പെടുന്ന ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു പുരോഹിതനെ നമ്മളിവിടെ കാണുന്നു. இங்கே தேவனுடைய ஆலயத்திலே പ്രസംഗിക്കുന്നതാണ്, ഊഴിയം ചെയ്യുന്നതാണ് ഒരു പോദകർ സക്കരിയാവെ ഇങ്ങനെ பார்க்கிறோம். ആമേൻ. അദ്ദേഹത്തിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം കൊടുത്തു. അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയുടെ പേര് എലിസബത്ത് എന്നാണ്. அங்கே அவருக்கு ஒரு மனைவியை கொடுத்தார், எலிசபெத் என்று சொல்லப்படுகிறது. അവർക്ക് ദീർഘവർഷങ്ങളായി മക്കളില്ലാതെ ഭാരപ്പെടുകയാണ്. அவர்கள் അനേക ആണ്ടുകളാக പിള്ളകൾ ഇല്ലാதபடி ഭാരപ്പെട്ടു. ഒത്തിരി നാൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഒത്തിരി പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് അവർക്കൊക്കെ തലമുറകളെ കിട്ടി. പക്ഷെ ഇവർക്ക് മാത്രം മക്കൾ ഉണ്ടായില്ല.
இவர்கள் அநேகருக்காக ஜெபித்ததுண்டு, ஜெபித்த அவர்களுக்கு பிள்ளைகள் கிடைத்தது, ஆனால் இவர்களுக்கு பிள்ளைகள் இல்லை. അങ്ങനെ ഒരു ദിവസം ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുവാൻ, ധൂപം കാട്ടുവാൻ ആലയത്തിൽ ചെന്ന നിമിഷത്തിൽ அப்படி ஒரு நாள் அவர்கள் தேவனுடைய ஆலயத்தில் ஜெபிக்கும்படி, பலி செலுத்தும்படி அவர்கள் போகிறார்கள். ദൈവത്തിന്റെ ദൂതൻ സെക്കറിയാവിന്, പുരോഹിതനായിരിക്കുന്ന സെക്കറിയാവിന് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെട്ടു. தேவனுடைய ஆலயத்தில் ஆசாரியனா இருக்கிறதான சகரியாவுக்கு கர்த்தர் தன்னை வெளிப்படுத்தினார். എന്നിട്ട് ദൈവത്തിന്റെ ആത്മാവ് സെക്കറിയാവിനോട് പറയുകയാണ്, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു, നിനക്കൊരു തലമുറയെ ഞാൻ നൽകി തരാൻ പോകുകയാണ്. அன்றைக்கு அந்த ஜெப வேளையில கர்த்தர் சொன்னார், உன்னுடைய ஜெபம் கேட்கப்பட்டது, உனக்கு ஒரு தலைமுறையை நான் கொடுக்க போகிறேன். ആ പ്രാർത്ഥിച്ചു കിട്ടിയ തലമുറ, അവർക്ക് ജനിക്കാൻ പോകുന്ന തലമുറയ്ക്ക് ഉണ്ടാകുന്ന ക്വാളിഫിക്കേഷൻ, ആ തലമുറ എങ്ങനെയായിരിക്കുമെന്നാണ് നമ്മൾ വായിക്കുവാനിടയായത്. அந்த பிள்ளை ஆண்டவர் கொடுக்கிறதான அந்த குழந்தை எப்படி இருக்க போகிறது என்பதை குறித்து தான் பார்க்க போகிறோம். ഞാൻ ദൈവമക്കളോട് ആ വാക്യങ്ങളിൽ നിന്ന് ഒന്ന് രണ്ട് സന്ദേശം പറഞ്ഞ് വേഗത്തിൽ ഇരിക്കട്ടെ. நான் அதுல ஒரு சில வார்த்தைகளை சொல்லி நான் சீக்கிரമായി அமர போகிறேன். പ്രാർത്ഥിച്ചു നേടുന്ന ഒരു തലമുറ എങ്ങനെയായിരിക്കും എന്ന വേദഭാഗം ഇവിടെ വ്യക്തമാക്കുകയാണ്. ஜெபித்து பெற்றுக்கொள்ளுகிறதான ஒரு குழந்தை எப்படி இருக்கும் என்பது வேதத்திலே பார்க்கிறோம். ഇവിടെ 14 വാക്യത്തിൽ പറയുകയാണ്, 14 വചനത്തിലെ വാസിக்கிறோம், തലമുറ നിമിത്തം നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. அந்த பிள்ளை நிமித்தமாய் உனக்கு சந்தோஷமும் மகிழ்ச்சியும் உண்டாகும். അവൻ ആമേൻ, ആ തലമുറ നിമിത്തം രണ്ടാമത് പറയുകയാണ്, അവന്റെ ജനനത്തിങ്കിൽ പലരും സന്തോഷിക്കും. അടുത്ത് അവർ പിറപ്പിൻ നിമിത്തം അനേകർ സന്തോഷപ്പെടും. ഒത്തിരി തലമുറകളെ കുറിച്ച് മാതാപിതാക്കൾ ദുഃഖിക്കുമ്പോൾ വചനം പറയുകയാണ്, നിനക്ക് പ്രാർത്ഥിച്ചു കിട്ടുന്നവന്റെ തലമുറ നിമിത്തം അനേകർ സന്തോഷിക്കുമെന്ന്. இன்றைக்கு அநேகருடைய வாழ்க்கையில பிள்ளைகள் நிமித்தமாய் துக்கப்படும் பொழுது இங்கு சொல்லப்படுகிறது, உன்னுடைய பிள்ளை நிமித்தமாய் அநேகர் சந்தோஷப்படுவார்கள். പറയുന്നു, അവൻ പ്രാർത്ഥിച്ചു കിട്ടിയവന്റെ തലമുറ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. ஸ்தோத்திரம். 15 வசனம் சொல்லப்படுகிறது, ஜெபித்து கிடைத்ததான பிள்ளைகள் தேவ சமூகத்தில் பெரியவர்களாக இருப்பார்கள். ആമേൻ. അടുത്തത് പറയുകയാണ്, പ്രാർത്ഥിച്ചവന്റെ തലമുറ വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. அவர்கள் ஜெபித்து கிடைத்ததான பிள்ளைகள் மதுபானத்தை அவர்கள் அருந்துவதில்லை. ആമേൻ. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇമ്മോറാലിറ്റിയിലേക്ക്, അവന്റെ ജീവിതം വഴിവട്ട ജീവിതത്തിലേക്ക് അവൻ പോകില്ല. அதாவது இன்னும் சொல்ல போனால் வழி விலகி போகிறதான எந்த ஒரு காரியத்தையும் அவர்கள் செய்ய மாட்டார்கள். ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, അനേകർ മാതാപിതാക്കൾ മക്കളെ നേരെയുള്ള വഴിയെ നടത്താൻ വേണ്ടി ബന്ധപ്പെടുമ്പോൾ, அநேகர் தன்னுடைய குழந்தைகளை சரியான பாதையில நடத்தும்படி பிரயாசப்படும் பொழுது, ആമേൻ, പ്രാർത്ഥിക്കുന്നവന്റെ തലമുറ ദൈവം അവനെ ഏതൊരു മേഖലകളിലും ദൈവം അവനെ സംരക്ഷിക്കാനിടയാകും. ஜெபிக்கிறதான ஒரு குடும்பத்துல ஆண்டவர் கொடுக்கிறதான தலைமுறையை எல்லா இடத்திலேயும் தேவன் அவர்களை மேன்மைப்படுத்தி வைப்பார். ലിൻസയുടെ ഹസ്ബൻഡിനോട് ഇവിടെ കൂടിയിരിക്കുന്ന ദൈവമക്കളോടും പറയാനുള്ള ഒന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത്, இங்கே அருமை சகோதரி லின்சாவுடைய கணவர் அதே போல இருக்கிற எல்லாரிடத்திலும் சொல்லுகிறதான ஒரு காரியம், ആമേൻ, നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, நீங்கள் தேவ சமூகத்தில் ஜெபிக்கும்படி, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുടുംബ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, உங்களுடைய குடும்ப ஜெபம் உங்கள் வாழ்க்கையில் இருக்குமே ஆனால், ദാവീദ് പറഞ്ഞതുപോലെ എല്ലായ്പ്പോഴും ദൈവത്തെ നിങ്ങളുടെ മുൻപാകെ വെച്ചൊരു ജീവിതം നയിക്കാൻ തയ്യാറാണെങ്കിൽ, தேவ சமூகத்துல கர்த்தரை உங்களுக்கு முன்பாக வைத்து வாழ்கிறதான ஒரு அனுபவம் உங்களுக்கு இருக்குமே ஆனால், നിങ്ങളുടെ തലമുറയെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരികയില്ല. உங்களுடைய பிள்ளைகளை குறித்து நீங்கள் துக்கப்பட வேண்டிய அவசியம் வராது. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. கரங்களை உயர்த்தி ஆண்டவரை மகிமைப்படுத்துவோம். അനേകർ ദുഃഖത്തിലാകുമ്പോൾ, அநேகர் துக்கத்தில் മദ്യപാനത്തിന്, കഞ്ചാവിന്, പുകവലിക്ക്, ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ, அநேகர் மதுபானங்களுக்கு கஞ்சாவுக்கு அடிமைப்படும் பொழுது, അവർ വേർപെട്ട ദൈവമക്കളെയും അവരുടെ തലമുറകളെയും പ്രത്യേകത, അവർ വിശുദ്ധിയിൽ നിൽക്കുന്നവരായിരിക്കും. வேர்பிரிக்கப்பட்டதான கர்த்தருடைய பிள்ளைகளுடைய தலைமுறைகளையும் பிள்ளைகளையும் ஆண்டவர் பரிசுத்தப்படுத்தி கர்த்தர். കാരണം അവർക്കൊരു പ്രമാണമുണ്ട്. காரணம் அவர்களுக்கு ஒரு கட்டளை உண்டு. ആമേൻ. അവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു നിയന്ത്രണമുണ്ട്. அவர்கள் மேலே பரிசுத்த ஆவியானவருடைய ஒரு கட்டுப்பாடு இருக்கிறது, வழிநடத்தல் இருக்கிறது. ആമേൻ. അടുത്തത് 17 വാക്യം പറയുന്നു, അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചു കൊണ്ടുവരും. 17வது வசனம், பிதாக்களுடைய இருதயங்களை பிள்ளைகளிடத்திலும் கீழ்ப்படியாதவர்களை நீதிமான்களுடைய ஞானத்துக்கும் திருப்பி
உத்தமமான ஜனத்தை கர்த்தருக்கு ஆயத்தப்படுத்தும்படியாக அவன் எலியாவின் ஆவியும் பலமும் உடைய அவருக்கு முன்னே நடப்பான். അതിന്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ തകർന്ന ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുന്നവനായിരിക്കും. அதனுடைய அர்த்தம் அழிந்து போன உடைந்து போனதான കാര്യങ്ങളെ അവർ ഒന്നു ചേർக்கிறவர். ആമേൻ. തമ്മിൽ കൂട്ടിമുട്ടിയ പോലും മിണ്ടാതിരിക്കുന്ന, സംസാരിക്കാൻ പോലും മനസ്സിലാകാതിരിക്കുന്ന ഒത്തിരി പേരെ അവരെ എല്ലാം അപ്പന്മാരുടെ ആമേൻ ഹൃദയത്തെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിക്കാൻ പ്രാർത്ഥിക്കുന്നവന്റെ തലമുറ. ஒரே குடும்பத்தில் இருந்து பேசாதபடி அங்குமிங்கு இருக்கிறதான பிள்ளைகளை தகப்பனை போல பிள்ளைகளை போல ஒன்று சேர்த்து ஐக்கியப்படுத்துகிறவர் நம்முடைய ஆண்டவர். ആമേൻ. അടുത്തത് അതിനകത്ത് തന്നെ പറയുകയാണ്, ആമേൻ, അവർ ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കും. அவர்கள் ஆயத்தமுள்ளதான உத்தமமான ஜனத்தை கர்த்தருக்காக ஆயத்தப்படுத்துவார். അവന്റെ മേൽ ഏലിയാവിന്റെ ആത്മാവും ഒരു ശക്തിയും അവന്റെ മേൽ ഉണ്ടായിരിക്കും. அவர் எலியாவின் மேലുള്ള ഒരു ബലം അവர்கள் മേൽ இருக்கும். ആമേൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്ന ദൈവവചനത്തെ പ്രമാണിക്കുന്ന സെക്കരിയാവിനെ പോലെയും എലിസബത്തിനെ പോലും ഒരു ഉത്തമമായ ഒരു കുടുംബ ജീവിതം നയിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. இன்றைக்கு சோதரம் செக்கரியாவை போல எலிசபத்தை போல தேவனுக்கு உண்மையான கட்டளைக்கு கீழ்ப்படிந்து நடக்கிறதான ஒரு பிள்ளைகளாய் தேவனாகிய கர்த்தர் நம்மை மாற்றுவார். ഈ മാതാപിതാക്കളെ കുറിച്ച് ലൂക്കോസ്, വൈദ്യനായിരിക്കുന്ന ലൂക്കോസ് ഇവിടെ പറയുന്ന 6-ാം വാക്യത്തിൽ നല്ലൊരു സാക്ഷ്യം പറയുന്നുണ്ട്. ഇരുവരും ദൈവസന്നിധി നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമാണ് എന്ന്. இவர்களை குறித்து மருத்துவர் லூகாஸ் சொல்லும் பொழுது இவர்கள் 1-ாம் அதிகாரம் 6-ாம் வசனத்துல நீதி உள்ளவர்கள், எந்த தீங்கும் செய்யாதவர்கள், உத்தமமானவர்கள் என்று வேதம் சொல்லுகிறது. മാതാപിതാക്കൾ എങ്ങനെയായിരിക്കുന്നോ അങ്ങനെ തന്നെ തലമുറയുമായി തീരും. பெற்றோர்கள் எப்படி இருக்கிறார்களோ அப்படித்தான் பிள்ளைகளும் இருப்பார்கள். ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ചെറിയൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് വേഗത്തിൽ ഞാൻ നിർത്താം. நான் ஒரு சிறிய காரியத்தை சொல்லி நான் முடிக்கிறேன். പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാറുള്ള ഒരു ചെറിയൊരു സ്റ്റോറി, ഒരു ഇല്ലസ്ട്രേഷൻ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. எங்கள் ஊர்ல சிறிய ஒரு கதையை சொல்வது உண்டு. ആമേൻ. ഒരിടത്ത് ഒരു അപ്പൻ വളരെ മദ്യപാനിയായിരിക്കുന്ന ഒരു പിതാവ്. ஒரு குடும்பத்திலே ஒரு தகப்பனார் மிகுந்த மதுபானம் பண்ணுகிற ஒரு மனிதர். ആമേൻ. ആ മനുഷ്യൻ ദിവസവും പോയി വൈകിട്ട് കൂട്ടുന്ന കൂലിക്കെല്ലാം അദ്ദേഹം മദ്യപിക്കും, നന്നായി മദ്യപിക്കും. அவர் கிடைக்கிற பணத்தை எல்லாத்துக்கும் அவர் மதுபானத்தை அருந்தி கொண்டு வருவார். ഒരു ദിവസം അദ്ദേഹത്തിന്റെ മോന് ഒരു ദിവസം ഒരു കാര്യം ചെയ്തു. ഈ അപ്പൻ എങ്ങോട്ടാ പോകുന്നതെന്ന് കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. தன்னுடைய மகன் ஒரு நாள் தன்னுடைய தகப்பனார் எங்கு போகிறார் என்று சொல்லி கண்டுபிடிக்க வேண்டும் என்று சொல்லி ഇറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മോൻ എന്ത് ചെയ്തു? ഈ അപ്പൻ പോയ ഈ കാൽപ്പാട് നോക്കി ആ മകന് നടക്കാൻ തുടങ്ങി. தன்னுடைய தகப்பனார் போனதான அந்த கால்பாடுகளை பார்த்து தம்முடைய மகனும் பின்னாடி போக ஆரம்பித்தான். ഈ മകൻ പോയി ചെന്നെത്തിയത് അപ്പൻ ഇരിക്കുന്ന കള്ളുഷാപ്പിലാണ് പോയി ചെന്നുപെട്ടത്. இந்த தகப்பனார் போனது மதுபானத்தை குடிக்கிறதான ஒரு இடத்துல. ആമേൻ. അങ്ങേയറ്റത്തെ ബെഞ്ചിന്റെ ഒരറ്റത്ത് അപ്പൻ ഇരിക്കുന്നു, ഇന്നേ അറ്റത്ത് മോനും കയറിയിരിക്കുന്നു. அந்த மதுபான கூடத்துக்குள்ள தன்னுடைய தகப்பனார் அதே பெஞ்சில் இருக்கிறார், தன்னுடைய மகன் ஒரு ஓரமாய் இருக்கிறார். അപ്പൻ മദ്യപം അല്ലെങ്കിൽ കള്ള് ആമേൻ ഓർഡർ ചെയ്തു. ഇപ്പുറത്തിരുന്ന് മോനും പറഞ്ഞു എനിക്കും പോരട്ടെ അല്പം എന്ന് പറഞ്ഞു. தன்னுடைய தகப்பனார் மதுபானத்தை ஆர்டர் பண்ணும் பொழுது மகனும் சொன்னான் எனக்கும் ஒரு பாட்டிலை கொடுங்கள். അപ്പൻ അവിടുന്ന് ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞു ഇറങ്ങി പോടാ വെളിയിൽ നിന്ന് പറയാനിടയായി. தகப்பனார் சொன்னார் மிக கோபமாய் இங்கிருந்து இறங்கി പോய் என்று சொன்னார். അപ്പനോട് മോൻ നേരെ തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു അപ്പൻ എന്നെ ശാസിക്കാൻ എന്താ റൈറ്റ്? தன்னுடைய மகன் சொன்னான் என்னை கடிந்து கொள்ளும்படி உனக்கு என்ன அதிகாரம் இருக்கிறது? രാത്രി ഞാൻ ദൈവമക്കളോട് ഒരു ചെറിയൊരു ഇല്ലസ്ട്രേഷൻ ആണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നാം പിന്തുടരുന്ന പാത നമ്മുടെ തലമുറ പിന്തുടരും. இன்றைக்கு நான் உன்னை சொல்லுகிறேன், நான் பின்தொடர்கிற பாதைகளை നാം സത്യവചനത്തെ യഥാർത്ഥമായി നാം വിശ്വസിച്ച്, സത്യവചനത്തെ യഥാർത്ഥമായി നാം പ്രസംഗിച്ച്, സത്യവചനത്തെ യഥാർത്ഥമായി നാം അംഗീകരിച്ച് ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകരം പറയട്ടെ നമ്മുടെ തലമുറയും അത് തന്നെ ചെയ്യാനിടയാകും. நாம் வேத வசனத்துக்கு கீழ்ப்படிந்து அதன்படி நடந்து சத்திய வார்த்தைக்கு நம்மை ஒப்புக் கொடுக்கும் பொழுது அதே போல நம்முடைய பிள்ளைகளும் அதை பின்பற்றும். നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഇല്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടാകാതിരിക്കാൻ പാടില്ല. உங்களுடைய வாழ்க்கையில என்ன குறை இருந்தாலும் ஜெபம் என்கிறது இல்லாமல் இருக்கக்கூடாது. നിങ്ങളുടെ വീട്ടിൽ ആഹാരം ഇല്ലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കരുത്. உங்களுடைய வீட்டில உணவு இல்லாமல் இருந்தாலும் நீங்கள் ஜெபிக்காமல் നിങ്ങളുടെ വീട്ടിൽ இருக்கக்கூடாது. എന്തെല്ലാം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ
പറഞ്ഞാലും ദൈവവചന വായന ധ്യാനം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. நீங்கள் எதை இழந்து போனாலும் வேத வசனத்தை நீங்கள் இழந்து போக ചെറിയ கூடாது. പ്രായത്തിലെ ദൈവവചനം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. சிறு வயதிலிருந்து வசனத்தை பிள்ளைகளுக்கு கற்றுக் கொடுங்க. ഈ വചനം നമ്മെ നിലനിർത്തുന്നതാണ്, നിത്യത വരെ നമ്മളെ എത്തിക്കുന്നതാണ്. இந்த വാർத்தை നമ്മെ നിലനിർത്തുகிறது, കടൈസി വരയ്ക്ക് നമ്മെ ഇത് നടത്തുகிறது. കെട്ടുകഥയല്ല, കിഴവിക്കഥകളല്ല. ഈ വചനം എന്ന് പറയുന്നത് സത്യമാണ്, സ്വർഗത്തിലേക്കും സ്ഥിരമായിരിക്കുന്ന വചനമാണ്, നമ്മെ സകല സത്യത്തിലും വഴി നടത്തുന്ന വചനമാണ്. ഇത് കട്ട് കഥകൾ അല്ല, இந்த വാർത്തകൾ നമ്മെ പരലോക വരയ്ക്ക് നമ്മെ നടത്തും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയ കുഞ്ഞിനെ ദൈവകൃപയിലും പത്യോപദേശത്തിലും വളർത്തിയെടുക്കുവാൻ ആവശ്യമായ പ്രത്യേക കൃപ പ്രിയ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവം ആമേൻ പകരട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, ഞാൻ ആശംസിക്കുന്നു. தேவனாகிய கர்த்தர் ஆசீர்வதிப்பாராக. தேவையான தேவ கிருபையும் தேவ பலனையும் தேவனாகிய கர்த்தர் தம்முடைய பிள்ளைக்கு கொடுப்பாராக என்று சொல்லி நான் அவர்களை ஆசீர்வதிக்கிறேன். അനുവദിച്ച ദൈവദാസനോട് നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. நேரத்தை கொடுத்ததாமே கர்த்தருடைய தாசருக்கு நன்றி செலுத்துகிறேன். கர்த்தர் ஆசீர்வதிப்பாராக. ஆமென்.